അതിൻ്റെ നമ്പറുണ്ട്. ചെക്കന്മാരെയൊക്കെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താ അവസ്ഥ. അതൊക്കെ അവരുടെ കാര്യം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. മാതാപിതാക്കളെ നേറി ജീവിക്കുകയാണ് ഓരോ മനുഷ്യന്മാരും. എന്ന് തീരും ഈ അവസ്ഥകളിൽ നിന്ന് ആലോചിക്കുക. നോക്കത്താലും ഇവിടെ കൊടുക്കില്ല കേരളത്തില്. വല്ല എന്തെങ്കിലും വല്ല വേണ്ട പോലെ പോകുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടാവും. കാരണം ഇത് ചെലവാകും കൂടി വേണ്ടേ. എന്താ ചെയ്യാതെ സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ ശനിയാഴ്ച ചെയ്തുകൊണ്ടേ വാഹനങ്ങൾ ഇതൊന്നൊക്കെ കമ്മിയാണ്. ശരിക്കും ആൾക്കാരുമില്ല. അപ്പോൾ ശരിക്കും ഞാൻ പറയട്ടെ, ഈ പ്രൈവറ്റ് ഏതെങ്കിലും കണ്ടക്ടർമാരെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ പറയട്ടെ, ഈ പിന്നെന്താ പറയുക, ഈ പ്രൈവറ്റ് ബസ്സുകാരല്ലേ, ഈ പ്രൈവറ്റ് ബസ്സുകാരാണ് ശരിക്കും അധ്വാനിക്കുന്ന ആൾക്കാർ. കാരണം എന്താ അറിയോ, KSRTC-ക്കാർ പിന്നെ ഇന്നേ വരെ ഒരു വണ്ടി അത് ആൾക്കാരെ വിളിച്ചിട്ട് ഗേറ്റ് ചെയ്യുക അങ്ങനെ ഒരു പരിപാടി ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈവറ്റ് ബസ്സുകാരനെയാണ് ശരിക്കും പിന്നെ എന്താ പറയുക, എന്തായാലും പറയാ, നല്ല മനുഷ്യന്മാർ പറയും. കാരണം അവരൊക്കെ കുടുംബത്തിൽ ഇത് കഴിഞ്ഞിട്ട് വേണം ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി. പൈസ കണ്ടക്ടറായിട്ട് ഓടിയതല്ലേ വണ്ടാരെ. അതൊക്കെ പഴയ കാലല്ലേ, പുതിയ കാലം തന്നെ. ഞാൻ പൂരത്തിന് ഞാനേ വരുന്നുണ്ട്, വൈകുന്നേരം എത്തുള്ളൂ. ഞാൻ പോട്ടെ. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ മണ്ണാർക്കാട് സ്റ്റാൻഡ് കേട്ടോ. ചെറിയൊരു സ്റ്റാൻഡാണ്. അതുകൊണ്ട് പിന്നെ വാഹനങ്ങൾക്ക് ഇരിക്കാനും നിൽക്കാനും അതേപോലെ യാത്രക്കാർക്കൊന്നും ഒരു സൗകര്യമില്ല. വെറുതെ ഒരു ഇവിടുത്തെ മുനിസിപ്പാലിറ്റിത്തെ അധികാരികൾ എന്താ പറയുക, എന്താണാവോ ചെയ്യണതെന്ന് അറിയില്ല. 2 വണ്ടി വന്നു കഴിഞ്ഞാൽ പറ്റ ബ്ലോക്കാവും. പിന്നെ ഇപ്പോൾ ഒന്നും പറയണ്ടല്ലോ നമുക്ക് എന്താവും അവസ്ഥ എന്നുള്ളത്. അപ്പോൾ സമയം 3 മണി 3:15. ഞാനേ പിന്നെ വേറൊരു കാര്യം പറയാം. ഇന്നിപ്പോൾ നമ്മൾ വാർത്ത കേട്ടിട്ടുണ്ടാവും, ഒരു മാതാപിതാക്കളെ ഗേറ്റ് അടച്ച് പൂട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. വാർത്തയിലൊക്കെ വലിയ സംഭവമാക്കിയിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഈ വാർത്താ ചാനലിൽ വളരെ എന്ത് പറഞ്ഞാലും, അതായത് നമ്മൾ ഈ മറ്റേ എന്താ പറയുക, ഒരു ചെക്കന്മാരെയൊക്കെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താ അവസ്ഥ. അതൊക്കെ അവരുടെ കാര്യം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. മാതാപിതാക്കളെ ഗേറ്റ് അടച്ച് പൂട്ടിയിട്ട് ഇവരെ ഒഴിവാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ മോശമുള്ള കാര്യമാണ്. മോശം എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ മോശം വേറെ കേരളത്തിൽ കിട്ടാല്ല. പിന്നെ ഇതൊക്കെ വാർത്താ ചാനലുകാർ ഇതൊക്കെ പിടിച്ചോണ്ടേ നടക്കണം. നാണം കെട്ട വാർത്താ ചാനലുകാർ. ആയിക്കോട്ടെ, സമ്മതിച്ചു, വാർത്തകൾ വേണം, വേണ്ടെന്നല്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ മാത്രം വാർത്ത മാത്രം ഉണ്ടാക്കിയാൽ മതി. അല്ലാതെ
അവിടെ അവര് അത് ചെയ്തു, അവര് ഇത് ചെയ്തു, അവരപ്പുറത്ത് അങ്ങനെയായിരുന്നു. അതൊക്കെ നെഗറ്റീവ് വാർത്തകളാണ്. ഇതൊക്കെ ശരിക്കും പോലീസിനെ അറിയിക്കുകയാണ് ശരിക്കും വാർത്താക്കാർ ചെയ്തിട്ട്. അല്ലാതെ നാടിലെ മൊത്തം നാട്ടുകാർക്ക് മൊത്തം ഇത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വാർത്തക്കാർ എടുത്തിരുന്നതിൻ്റെ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് കേൾക്കാനായിട്ട് കുറേ മലയാളികളുണ്ട്. പിന്നെ ഒന്നും വേണ്ട, വെട്ടിക്കൊന്നു, അവിടെ കൊന്നു, ഇവിടെ കൊന്നു, അപ്പുറത്ത് കൊന്നു, അവിടെ ഇനി കൊല്ലാൻ കിടക്കുന്നു, കേരളം നടക്കുന്ന ഭീതി, എന്തൊക്കെ നല്ല അറിയാൻ ചോദിച്ചാൽ എന്താണ് നമ്മുടെ കേരളം ഇങ്ങനെ. കേരളത്തിൽ ഈ പോണവരും വരുന്നവരൊക്കെ ചിലപ്പോൾ പകയോടുകൂടി നടക്കുന്ന ആൾക്കാരായിരിക്കാം ചാൻസ് ഉണ്ട്. അല്ലാതൊന്നും ഇങ്ങനെ നടക്കില്ല. ബംഗാളിനെ വെട്ടിക്കൊന്നു, അമ്മേനെ കൊന്നു, അപ്പനെ കൊന്നു, അമ്മൂമ്മേനെ കൊന്നു, ഇവരൊക്കെ മരിക്കാൻ കിടക്കുന്നവർ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ? എന്താണ് നമുക്കതൊന്നും പറയുന്ന കാര്യമില്ല. പിന്നെ നമ്പറുണ്ട്, നമ്പർ വിളിച്ചാൽ സമയം പോയി 5:30 മണി കഴിഞ്ഞു. ഞാൻ സുഹൃത്തുക്കളെ ഇങ്ങോട്ടത്തെ ഒരു വേദനയോടുകൂടി ഒരു കാര്യം പറഞ്ഞു. നമ്മളൊക്കെ ദിവസം ഓരോ നിമിഷങ്ങളും അങ്ങനെ വേദനിച്ചുകൊണ്ടേ നടക്കുകയാണ്. വേദന കൊണ്ട്, മനസ്സിൻ്റെ വേദന കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മളൊക്കെ. അത് എല്ലാം കൊണ്ടും കേട്ടോ, അർത്ഥങ്ങൾ വെച്ചിട്ടുള്ള വർത്താനങ്ങൾ. അപ്പോൾ ഇന്ന് വീട്ടിൽ ചേച്ചിയുടെ മകള് വന്നു. അപ്പോൾ അവിടുത്തെ എന്തൊക്കെയോ പ്രശ്നമായിട്ട് അത്ര ഇവിടെ വന്നത്. അപ്പോൾ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ ഇവരുടെയൊക്കെ? കാരണം ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളോട് നമ്മൾ എന്താണ്, സുഖമാണോ എന്നും കൂടി ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചോദിക്കണ്ട, ഒന്നേ വേണ്ട, അവിടെ തൊഴിലില്ലാണ്ട് ഇവിടെ വന്നത്, ഇവിടെ തൊഴിലില്ലാണ്ടാണ് അങ്ങനെ പോയി എന്നൊക്കെ ഓരോ വർത്താനം പറയാം. ശരി, അത് സമ്മതിച്ചു, ഞാൻ അതൊന്നും പറയുന്നില്ല, അതൊക്കെ അവരുടെ കാര്യമാണ്. പോകുമ്പോൾ ഒരു എന്താ പറയുക, പോകുമ്പോൾ മിണ്ടാതെ പോയത് എന്താ അല്ലേ അവരുടെയൊക്കെ അവസ്ഥ. ഭയങ്കര സങ്കടമായിട്ടത്. കാരണം നമുക്ക് പിന്നെ ആരെങ്കിലും, നമുക്ക് കുട്ടികളും മക്കളുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വേദന ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വേദനിക്കാൻ വേണ്ടിയിട്ട് ജനിച്ചവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതൊക്കെ ചെറിയൊരു വേദനയായിരിക്കാം ചിലപ്പോൾ. ഇനി ചിലപ്പോൾ വലിയ വേദനയൊക്കെ കടന്നാലോ, അതും പറയാൻ പറ്റില്ലല്ലോ അല്ലേ. നേറി ജീവിക്കുകയാണ് ഓരോ മനുഷ്യന്മാരും. എന്ന് തീരും ഈ അവസ്ഥകളിൽ നിന്ന് ആലോചിക്കുകയാണ്. പിന്നെ സുഹൃത്തുക്കളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ട എന്താ അറിയോ, നമ്മുടെ ഈ കേരളം ഓരോ സെക്കൻഡും ഓരോ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലും നമ്മൾ കേട്ടോണ്ടേ കൊലപാതകങ്ങളാണ്. കൊലപാതകങ്ങളുടെ ട്യൂട്ടോറിയലാണ് ഇപ്പോൾ കേരളം. നാടിനെ നടുക്കുന്ന കൊലപാതകങ്ങൾ പറഞ്ഞ പോലെ. ഇന്നിപ്പോൾ ഏതൊരു ന്യൂസ് കണ്ടു, ഏതൊരു ഹിന്ദിക്കാരനെ വെട്ടി നുറുക്കി പീസാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താല്ലേ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ, ഇത് ശരിക്കും എന്താണെന്നുള്ളത് നമ്മുടെ സർക്കാരൊന്ന് അന്വേഷിക്കുന്നുണ്ടോ? പിന്നെ ബന്ധപ്പെട്ട അധികാരികൾ ആരെങ്കിലും ഒരാൾ അന്വേഷിക്കുക. അതൊന്നും ചെയ്യാതെ ഇവർ ഈ കൊലപാതകത്തിൻ്റെ പിന്നാലെ കൂടുതൽ ഞാൻ ന്യൂസേനെ കേട്ടോ പറയുന്നത്, ന്യൂസിലത്തെ ആൾക്കാരെ ഞാൻ പറഞ്ഞു. കാരണം അവർ എവിടെയെങ്കിലും എന്തെങ്കിലും രക്തം കാണാൻ വേണ്ടി നടക്കുന്ന ഡ്രാക്കുളകളാണ്. അല്ലെങ്കിൽ അവർക്ക് ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് പറഞ്ഞിട്ട് അധികാരികളെ അടുത്ത് പറയാലോ. എത്ര ആൾക്കാരുണ്ട് ഈ 24 ന്യൂസിൻ്റെ, അതേമാതിരി റിപ്പോർട്ടർ ചാനൽ, മീഡിയ വൺ, ഏഷ്യാനെറ്റ് ന്യൂസ്,
ഇവർക്കൊക്കെ അധികാരികളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരല്ലേ. ഇവരെന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ വേഗം പോലീസുകാർക്ക് വിളിക്കും, ഇല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വിളിച്ചിട്ട് ഇവർ റിപ്പോർട്ട് ചോദിക്കും. അപ്പോൾ ഇതെന്താണ് പ്രശ്നം എന്നുള്ളത് പരിഹരിക്കാൻ ഇവർക്ക് കഴിയില്ല. എന്താണെന്നുള്ളത് അതൊക്കെയല്ലേ ശരിക്കും ന്യൂസുകാർ ചെയ്യാം. അല്ലാതെ ഇവർ മറ്റുള്ളവരെ നെഗറ്റീവ് അടുപ്പിച്ചിട്ട് കേൾപ്പിച്ചിട്ട് ഇവരിങ്ങനെ ചാനൽ റേറ്റിംഗ് കൂടിയിട്ട് എന്താ പ്രയോജനം? അത് പിന്നെ നമ്മുടെ മലയാളികൾ മുഴുവൻ പ്രബുദ്ധരായ സാക്ഷരത നേടിയ ആൾക്കാരാണ്. എന്താ അറിയോ? അപ്പോൾ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട്. നമ്മളതിനെ ഒന്നും ഇപ്പം ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. ആ വിശ്വാസമില്ലായ്മയാണ് നമ്മളെ ഇങ്ങനെ കൊണ്ട് നമ്മളെ നശിപ്പിക്കണത്. എന്തൊരു കാലാണ്, എന്തൊരു നമ്മളിത് ആരെടുത്തും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അഹങ്കാരികളായ ആളുകളാണ് നമ്മളൊക്കെ, അഹങ്കാരികളായ ആളുകൾ. അല്ലാതെ ഇപ്പം അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരാളോട് നമ്മൾ സുഖമാണോ എന്നും കൂടി ചോദിക്കാൻ പറ്റാത്തൊരു കാലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ വേണ്ട, നമുക്ക് ഒന്ന് പുഞ്ചിരിക്കാന് സ്വയം പുഞ്ചിരിച്ചാൽ ചിലപ്പോൾ ഭ്രാന്തന പറയും. അപ്പം മറ്റുള്ളവരേക്ക് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വെട്ടും കുത്തും തലയൊക്കെ പോകും. അങ്ങനത്തെ ഒരു കാലത്തിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ? നമ്മളിങ്ങനെ തന്നെയാണ്. ഞാൻ പറയുമ്പോൾ നമുക്കും ചിലപ്പോൾ ആയുധങ്ങൾ കൊണ്ടുനടക്കേണ്ട അവസ്ഥ എത്തും. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇനി അങ്ങനത്തെ കാലത്തിലേക്കാണ് വരുന്നത്. കാരണം ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും എല്ലാ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ സ്വന്തം സുരക്ഷയ്ക്ക് ഓരോ തോക്ക് കൊടുക്കും. അതേപോലെ ഇനി ഇവിടെ എന്തായാലും തോക്കെന്തായാലും ഇവിടെ കൊടുക്കൂല കേരളത്തിൽ. എന്തായാലും വല്ല വേണ്ടാത്ത വല്ല ബോംബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടാവും. കാരണം ഇത് ചെലവാകും കൂടി വേണ്ടേ? എന്താ ചെയ്യാല്ലേ? നമ്മുടെയൊക്കെ അവസ്ഥ വളരെ വളരെ മോശമാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് ഇപ്പോൾ ടൂറിസ്റ്റുകാർ വരുന്നില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് കേട്ടത്. കാരണം ഇങ്ങനെ വരുമ്പോൾ ഈ ടൂറിസ്റ്റുകാർ ചിലപ്പോൾ ഇവർ തട്ടിയ ചരിത്രം വരുന്നുണ്ട്. ഏതൊരു സ്വിറ്റ്സർലാൻഡുകാരിയെ അങ്ങനെ ഏതോ ഒരാളെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് പീഡിപ്പിച്ച് കൊന്നു എന്നൊക്കെ. അതിൻ്റെ കേസ് തന്നെ പിന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുമ്പോൾ തെറ്റ് ചെയ്യുന്നവനെ ആൾക്കാരെ മുന്നിലിട്ട് തൂക്കിക്കൊള്ളണം. അത് ഞാനായാലും ആരായാലും. അതാണ് ശരിക്കും ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആനക്കട്ടി തെങ്കര മണ്ണാർക്കാട് റോഡ് പകുതി പണി, അതായത് കുറേ അവിടെ പണി നടക്കുന്നുണ്ട്, ഇവിടെ പണി നടക്കുന്നില്ല. പിന്നെ ഈ സൈഡത്തെ അരിച്ചാല്, അതായത് ഡ്രൈനേജ് ഇതൊന്നും നടത്താതെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പണി. ഇതിൻ്റെ എഞ്ചിനീയർ ആരാണാവോ? മൂപ്പരെന്ന് കണ്ട് തൊഴുകണം. ആദ്യം ഇങ്ങനെ ഇരുന്നില്ല അല്ലേ? അപ്പം ഇത്രയും കോലായാലോ അല്ലേ? ഇപ്പം എന്തായാലും നിങ്ങൾ പേടിക്കണ്ട. ഈ വഴി കൂടെ പോണ ആൾക്കാർ പൊടിയും കൊണ്ടാണ് അഞ്ച് കളി, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്താലും കുറച്ച് ആശ്വാസം ഉണ്ടാവും. പിന്നെ ഈ കടകൾക്കിടെ ഉള്ള പ്രശ്നമാണ്. കാരണം കടകളിൽ നിറച്ച് പൊടി അതും ഇതൊക്കെ ആയിട്ട് അവിടുത്തെ സാധനങ്ങൾ നശിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പറയാനിട്ടാണ് അധികാരികൾ, ഇല്ലെങ്കിൽ ഈ വ്യാപാരി വ്യവസായി സംഘടന എന്ന് പറഞ്ഞാൽ മതി, അവരെ ചെയ്യും. നല്ല അടിപൊളി റോഡാണിപ്പോൾ. ഇതും നല്ല അടിപൊളി റോഡ് തന്നെയാണ് കേട്ടോ. നമ്മുടെ കാഞ്ഞിരപ്പുഴ കോങ്ങാട് മണ്ണാർക്കാട് റോഡ് പോലെ അടിപൊളി റോഡാവും. പിന്നെ അടുത്ത ടെൻഡർ വന്നിട്ടുള്ളത് അട്ടപ്പാടി ആനക്കട്ടിക്കുള്ള റോഡാണ്. അത് നേരെ പണിയെടുത്തിട്ടില്ലെങ്കിൽ അധികാരികളെ തൂക്കുന്ന പറഞ്ഞത്. തൂക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുന്നു. എൻ്റെ പള്ളി. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഡ്രൈവിങ് പഠിക്കുമ്പോൾ എക്സ്പീരിയൻസ് കിട്ടാൻ നിങ്ങൾ ഈ നല്ല റോഡിലൂടെ ഒരിക്കലും പഠിക്കരുത്. ഇതേപോലെ കുണ്ടും കുഴികളും
വളവും അതേപോലെ കയറ്റങ്ങൾ, ഇറക്കങ്ങൾ, അങ്ങനെയുള്ള റോഡുകളെ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുക. കാരണം അതാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും അങ്ങനത്തെ ഒരു സാധ്യതയിലേക്ക് പോകണം. ശരിക്കും ജീവിക്കുന്നത് ചേതനയറ്റ ശരീരമായിട്ടാണ്. നമുക്ക് ജീവനില്ല. ജീവൻ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം ബഹുമാനിക്കാനും പരസ്പരമായിട്ട് സ്നേഹിക്കാനും പരസ്പര വിശ്വാസവും പരസ്പരമായിട്ട് ബഹുമാനിക്കാനൊക്കെ നമുക്ക് കഴിയും. എന്നാൽ ഇതിലും ഏറ്റവും നല്ലത്, ഏറ്റവും ഭേദം മൃഗങ്ങളാണ്. അവയ്ക്കൊക്കെയുണ്ട് ഒരു പരസ്പര വിശ്വാസവും അവരുടേതായ ഒരു രീതിയുണ്ട്, മൃഗാധിപത്യം. അവരങ്ങനെ തന്നെ കൊണ്ടുവരുന്നത്. പക്ഷെ മനുഷ്യന് അങ്ങനെയല്ല. മനുഷ്യന് ഒരുപാട് മാറിപ്പോയി. അത് മാറാനുള്ള കാരണം നമ്മൾ തന്നെ ഉണ്ടത്. അത് ഇപ്പം ഈ കാണുന്ന ആൾക്കാരും ഈ കാണാതെ നടക്കുന്ന ആൾക്കാരും ഉണ്ട്. അവരൊക്കെ ഉണ്ട്. എന്താണ് എനിക്ക് വന്ന മാറ്റങ്ങൾ? ആ മാറ്റങ്ങളിലെ ഉത്തരം നമ്മളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒന്ന് ശരിക്കും കുറച്ച് നേരം അതിന് വേണ്ടുള്ളൂ, അധികമൊന്നും വേണ്ട. ഒരു 10-15 സെക്കൻഡിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടും. എന്താണെന്ന് നിങ്ങളെന്നെ ഒന്ന് തിരഞ്ഞു നോക്കിയിട്ട് ഒന്ന് പറയുള്ളൂ. എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് മരിക്കണേന്ന് പ്രാർത്ഥിക്കണേ. പെട്ടെന്ന് അങ്ങോട്ട് മരിക്കില്ലല്ലോ. നമ്മൾ മരിക്കണം എന്ന് ചില ആൾക്കാർ പറയും. ഭയങ്കര ദുരിതമാണ്, ഭയങ്കര ചത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറയും. പക്ഷെ അങ്ങനെ ചാവില്ല. നമ്മൾക്ക് അങ്ങനെ എന്തൊക്കെ കാണാൻ കിടക്കണം, എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കണം നമ്മൾ.